കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 18, 15 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2 or 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1 or 2 സാക്ഷികളോടുകൂടെ നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെയും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ മാക്സിമില്യൻ കോൾബയെ പ്രത്യേകം അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വലിയ വലിയ ചില കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കാനുണ്ട്. ഇപ്രകാരം രക്തസാക്ഷിയാകാൻ മുന്നോട്ട് വന്ന വിശുദ്ധനെ നമ്മൾ ഒരുപാട് പുകഴ്ത്തും, പ്രശംസിക്കും, വിലമതിക്കും. എന്നാൽ ബൈബിളിൽ നമ്മൾ കാണുന്ന മറ്റു ചില കാര്യങ്ങൾ, ഇതിനുപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 7-ഉം 8-ഉം വചനങ്ങൾ വായിക്കുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് ഇതിനേക്കാൾ വലിയൊരു ബലിയർപ്പണത്തെക്കുറിച്ചാണ്, രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ്. അതാണ് യേശു നമുക്കായി ചെയ്തത്. നാം പാപികളായിരിക്കെ ഇത് ഒരു സഹതടവുകാരന് വേണ്ടി ചെയ്തൊരു കാര്യം. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കേണ്ടതല്ല. ഒരു നല്ല മനുഷ്യന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വരാൻ അങ്ങനെ ഒരു കാര്യത്തിന് തുനിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ യേശു ചെയ്തൊരു കാര്യം, നാം പാപികളായിരിക്കെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. രക്തസാക്ഷികളുടെ ദിനത്തിലെല്ലാം നമ്മുടെ ചിന്ത അതിനുപരിയായിട്ട് ആ രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിക്ക് ഉപരിയായിട്ട് പോകണം എന്നുള്ളത് വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹം പറഞ്ഞത്, രക്തസാക്ഷിത്വം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒന്നുമല്ല. വിശുദ്ധ കുർബാനയോട് താരതമ്യപ്പെടുത്തുമ്പോൾ രക്തസാക്ഷിത്വം എത്ര നിസാരം. ഇതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്, രക്തസാക്ഷിത്വം മനുഷ്യൻ ജീവൻ കൊടുത്തതാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യൻ തൻ്റെ ജീവൻ കൊടുത്തതാണ് രക്തസാക്ഷിത്വം. വിശുദ്ധ കുർബാന മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം ജീവൻ കൊടുത്തതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ രക്തസാക്ഷിത്വം എത്ര നിസ്സാരം. ഈ രക്തം ചിന്തിക്കൊണ്ടുള്ള രക്തസാക്ഷിത്വത്തിന് ഒത്തിരി പേർക്ക് ചാൻസ് വന്നെന്ന് വരില്ല. പക്ഷേ രക്തം ചിന്താതെ കൊണ്ടുള്ള രക്തസാക്ഷിത്വം, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് വലിയ ബ്രഹ്മാണ്ഡം കാര്യങ്ങൾ, ഈ രക്തസാക്ഷിത്വം പോലെ ബ്രഹ്മാണ്ഡം കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല. വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടു കൂടി ചെയ്യുന്നതില്ല. അതിനെല്ലാവർക്കും ചാൻസ് കിട്ടും. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും രക്തം ചിന്താതെ കൊണ്ടാണേലും രക്തസാക്ഷിയായി മാറാൻ നമ്മൾ സന്നദ്ധരാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു, സഭ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ പോലും അനുദിനം പ്രാവർത്തികമാക്കാവുന്ന ഒരു കാര്യം. ഇതിൻ്റെ
സന്ദേശവുമായി വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ആത്മീയ ഭോജ്യത്തിൽ ദമ്പതിമാരെ കുറിച്ച് ആ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: പങ്കാളിയെ ബഹുമാനിക്കുക, പങ്കാളിയിൽ അഭിമാനം കൊള്ളുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവാണ്. തൻ്റെ പങ്കാളിയെ ബഹുമാനിച്ചു, ആ പങ്കാളിയിൽ അഭിമാനിച്ചു. പക്ഷേ നമ്മുടെ പങ്കാളി നമ്മളെക്കാൾ കഴിവുള്ളവരായിരിക്കാം, മറ്റ് പല നേട്ടങ്ങളുള്ളവരായിരിക്കാം, ആയിക്കോട്ടെ, അവരിൽ അഭിമാനം കൊള്ളാൻ നമ്മൾ പഠിക്കണം, അല്ലാതെ അസൂയയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഇനി അവിടെ ഞാൻ സൂചിപ്പിച്ച ഒരു സംഭവം ഒരു സ്ത്രീ പറഞ്ഞാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് ഞങ്ങൾ ബെഡ്റൂമിലായിരിക്കുമ്പോൾ കഥ അടച്ച് ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ കരണത്തൊന്നടിച്ചാലും എനിക്ക് അത്രയും വിഷമമില്ല. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ പരിഹസിക്കുന്നതും ഒച്ചത്തിൽ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് സംസാരിക്കുന്നതും അതാണ് എൻ്റെ ചങ്ക് തകർക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? തെറ്റ് ചെയ്തിടത്ത് വെച്ച് എല്ലാവരും കാണുക, ഒച്ച വെച്ച് അങ്ങനെയല്ല കറക്റ്റ് ചെയ്യേണ്ടത്. നീയും നിൻ്റെ സഹോദരനും മാത്രമുള്ളപ്പോൾ അത് പറയുക. എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്തെങ്കിലും ഒരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ പൈതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രയാസങ്ങൾ, തകർച്ചകൾ വരാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ നിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം എടുത്താൽ 5-ാമത്തെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ നല്ലത്. ചിലർ മുഖത്ത് നോക്കി ആരുടെയും ഒരു കുറ്റം പറയത്തില്ല, പക്ഷെ നാട്ടിൽ കൂടെ നടന്ന എല്ലാവരോടും ഇവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് ദൈവവചനം പോലെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തുറന്ന കുറ്റപ്പെടുത്തൽ അത് ചെയ്യാം, പക്ഷെ ആ കുറ്റപ്പെടുത്തുന്നത് കറക്ഷൻ അത് ചെയ്യേണ്ട രീതിയിലായിരിക്കണം. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു വ്യക്തിയെ കരുതുന്നില്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ അവകാശം നമുക്കില്ല. കരുതാത്തവരെ നമ്മൾ കുറ്റപ്പെടുത്തിയാൽ അത് ഇംഗ്ലീഷിൽ പറയും ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. അത് അവരെ തകർത്ത് തരിപ്പണമാക്കത്തേ ഉള്ളൂ. കരുതുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കളെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അവരെ തിരുത്താൻ പറ്റും, അതിനകത്തൊരു കുഴപ്പമില്ല. കരുതുന്നവർക്ക് തിരുത്താനുള്ള അവകാശമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ചിലർ അത് ദമ്പതിമാരെ ആണെങ്കിൽ പോലും നേരം വെളുത്ത വൈകുന്നേരം വരെ അവരുടെ പങ്കാളിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അവരെ താറടിച്ച് സംസാരിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റുപാടും നടമാടുന്ന മ്ലേച്ഛതകൾ കാണുമ്പോൾ അതേക്കുറിച്ച് കമൻ്റ് പറഞ്ഞു പോയാൽ പോരെന്ന്. ആദ്യ വ്യാഴാഴ്ച ജാഗരണ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ് വയനാട് ദുരന്തം നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്താണ് ആ മുന്നറിയിപ്പ്? ആ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞെന്നാൽ നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ മ്ലേച്ഛതകൾ നടമാടുന്നുണ്ടെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ളൊരു കടപ്പാട് നമുക്കുണ്ട്. അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ നെറ്റിയിൽ ഒരു അടയാളം വീഴും. ഈ അടയാളം ഉള്ളിടത്തോളം കാലം സംഹാരദൂതൻ നമ്മളെ നശിപ്പിക്കത്തില്ല. ഇനി നമ്മൾ ഇവിടെയൊന്നും പ്രശ്നമൊന്നും വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ സമാധാനമായിട്ടിരിക്കേണ്ടവരല്ല. എവിടെയെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ പങ്കുചേർന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്, റോമ 12:15 വായിച്ചാൽ കാണാൻ സാധിക്കും, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കണം, വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കണം. ഇനി അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. ലോകവിശുദ്ധീകരണത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ദമ്പതിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയൊക്കെ നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുകയാണ്, നിങ്ങളിൽ 2 പേര് മതി യോജിച്ച് ചോദിക്കാൻ, ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. 2 or 3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഇത് അസാധ്യമായിട്ടുള്ള എത്ര പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്? 2 പേർക്ക് ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ, ഈ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതിന് പകരം നമ്മൾ ഓടി നടന്ന് ഇവിടെ എല്ലാം മൊത്തം പ്രശ്നമാണ്, ചുറ്റുപാടും പ്രശ്നമാണ്, ഇവരുടെ കൂടെ ജീവിക്കുന്നത് നരകതുല്യമാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കി നടക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടത്തില്ല. പ്രിയപ്പെട്ടവർ, ഈ സന്ദേശം
ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് അനുദിനം ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള ശ്രേയസ് ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം കടന്നു വരും. ഈ ലോകത്ത് സമാധാനമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത്, ലോകത്തിൽ സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ആദ്യം അത് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗോ ടു യുവർ ഫാമിലി, ലവ് യുവർ ഫാമിലി. നീ വീട്ടിലേക്ക് എന്നിട്ട് വീട്ടുകാരെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോൾ കുടുംബത്ത് സമാധാനമുണ്ടാകും, ലോകത്ത് സമാധാനമുണ്ടാകും. ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.